നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും നീ വന്ന് നോക്കണം, സാധനങ്ങൾ എടുത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് മെച്ചം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇവർ കളിപ്പിക്കുമെന്നൊക്കെ ഒരു അതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചു കാണുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രീൻ സെറ്റ് എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്ക് മനസ്സിലാകുന്നു. സ്ട്രക്ചർ അല്ലേ? ഇത് തന്നെ സെയിം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളത്തെ പ്രയർ, എന്റെ വൈഫിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പ്രയർ വേണമെന്നുള്ളത്. പ്രയറും അതുപോലെ തന്നെ കാണിച്ച പോലെ തന്നെ എന്താണോ അത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് ചെയ്ത പല സ്ഥലത്തെയും വർക്കുകളും ഞാൻ പോയി ഇവരറിയാതെ തന്നെ ഞാൻ പോയി നോക്കി. അപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, തൃപ്തികരമായിരുന്നു. നമ്മൾ പറഞ്ഞ ഒരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് പ്രകാരമാണ് തീർന്നു തന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു രൂപ പോലും കൂടുതൽ വാങ്ങിയിട്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ വീടിന്റെ അകം. ഇതാണ് നമ്മുടെ കാണാൻ വന്ന ആള്. അപ്പൊ ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ബിസിനസ് പരമായിട്ട് ഈരാറ്റുപേട്ട എന്നുള്ള സ്ഥലത്താണ്. ഈരാറ്റുപേട്ടനാണ്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റൂല. എന്റെ കുടുംബ വീടാണ് ഇവിടെ അടുത്ത്, തൊട്ടടുത്ത് കാണുന്നത് എന്റെ കുടുംബ വീടാണ്. അപ്പോൾ ഈ വീടിനോട് നമ്മുടെ ഫാദർ തന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു വീട് വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിൽ കുറെ നാൾ ഞാനിങ്ങനെ ആഗ്രഹിച്ച് നടന്നു, നോക്കി കുറച്ച് നോക്കിയിട്ട് ആൾക്കാരെ ഒന്നും കിട്ടിയില്ല, നമുക്ക് പറ്റിയ ആളെ കിട്ടിയില്ല. പേടിയായിരുന്നു. ഓരോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും നീ വന്ന് നോക്കണം, സാധനങ്ങൾ എടുത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് മെച്ചം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇവർ കളിപ്പിക്കുമെന്നൊക്കെ ഒരു അതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ കുറച്ച് നാൾ ഡിലേ ഒക്കെ ഇട്ടിരുന്നു, വർക്ക് ചെയ്യാതൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആഗ്രഹം കൂടി ഇത് വെക്കണമല്ലോ, നമ്മുടെ സ്വന്തം നാട്ടിൽ വീട് വെക്കണമെന്നൊരു ആഗ്രഹം എല്ലാവരും കാണുമല്ലോ. അങ്ങനെ പ്ലാൻ ഇട്ടു. പിന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ നോക്കി, യൂട്യൂബിൽ നോക്കി, അങ്ങനെയെല്ലാം നോക്കി ആൾക്കാരെ കണ്ടു. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഞാൻ കുറെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കാണുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രീൻ സെറ്റ് എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവരും വിളിച്ചോടെ ഇവിടെ വന്നു. ഞാനത് ആ സമയത്ത് ഇവിടെ എത്തി. ഇവിടെ വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പൊ നമ്മുടെ കുടുംബ വീട് അവിടെ നിന്നെല്ലാം സംസാരിച്ചു, എല്ലാം നമ്മുടെ എഗ്രിമെന്റെല്ലാം കാണിച്ച് എല്ലാം ചെയ്തു. അപ്പോൾ അവര് നമുക്ക് ഇതിന്റെ എല്ലാം എന്താ പറയുന്ന ഇത് എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം തന്നു. അതിനകത്ത് തന്നപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും അന്വേഷിച്ചു. ഇവർ തന്നെങ്കിലും നമുക്കത് അങ്ങനെ ചാടി വീഴാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ഇതിനടുത്ത് വേറെ അവരോട് അന്വേഷിച്ചു, ഇവരെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ ഇവർ ചെയ്ത പല സ്ഥലത്തെയും വർക്കുകളും ഞാൻ പോയി ഇവരറിയാതെ തന്നെ ഞാൻ പോയി നോക്കി. അപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, തൃപ്തികരമായിരുന്നു. പിന്നെ ഇവർ നമുക്ക് കൊട്ടേഷൻ തന്നു. കൊട്ടേഷൻ നോക്കിയപ്പം സാധാരണ റീസണബിൾ ആയിട്ടുള്ള ഇതായിരുന്നു. പിന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് വലിയ ഇതുണ്ടായിരുന്നെങ്കിലും ഒരു 1.5 വർഷത്തോളം, ഒരു 15 മാസത്തോളം എടുത്ത് തീരാനായിട്ട്, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. 15 പറഞ്ഞാൽ എനിക്ക് ധൃതിയില്ലായിരുന്നു. എനിക്ക് താമസം അവിടെയാണ്, നമ്മുടെ വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളായിരുന്നു. അപ്പൊ പിന്നെ വന്ന് ചെയ്ത് ഇവർ 15 മാസം ഇതെടുത്തെങ്കിലും വളരെ നന്നായിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ചെയ്തു തന്നു. അവരോരോ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഓരോന്നും ചെയ്ത് പിന്നെ ഓരോ റൂമിന്റെയും ഓരോ റൂമിലും നോക്കി ഈ റൂം ഇതാണ് ഈ കാണുന്ന സ്ട്രക്ചർ അല്ലേ? ഇത് തന്നെ സെയിം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളത്തെ പ്രയർ, എന്റെ വൈഫിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പ്രയർ വേണമെന്നുള്ളത്. പ്രയറും അതുപോലെ തന്നെ കാണിച്ച പോലെ തന്നെ എന്താണോ അത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫർണിച്ചർ പോലും നമുക്ക് ചെയ്തിരിക്കുന്ന കിടക്കുന്ന ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചർ നോക്കി ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുമായിരുന്നു. കസ്റ്റമൈസ്ഡ് ആണ്. ഞാനൊരു കാണിച്ചില്ലേ, ഇതിന്റെ പറഞ്ഞ എമൗണ്ട് നിന്നാ എമൗണ്ടിൽ മാറ്റം വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, മെറ്റീരിയൽസിനൊക്കെ വില കൂടി. സന്ദീപ് സാറാണ് ഇതിന്റെ മെയിൻ ആള്. സന്ദീപ് സാർ പറഞ്ഞാലും ഇതിനൊക്കെ വില കൂടി. എന്നാലും ശരി, നമ്മൾ പറഞ്ഞ ഒരു എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് പ്രകാരമാണ് തീർന്നു തന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു രൂപ പോലും കൂടുതൽ വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇതെല്ലാം ഓരോ കോർണറിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ പില്ലർ, ഇവിടെ പില്ലർ, ഫുൾ പില്ലറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മളെ ആദ്യം പറഞ്ഞതിനകത്ത് എസ്റ്റിമേറ്റിനകത്തൊന്നും ഇല്ലായിരുന്നത്. എങ്കിലും അദ്ദേഹത്തിന് നമ്മളോട് എന്തോ തോന്നി കാണുമല്ലോ, എനിക്കറിയില്ല. അത് എല്ലാം സ്ട്രക്ചർ പണിതപ്പോഴത്തേക്ക് മൊത്തം പില്ലർ വെച്ചാണ് പണിതിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ കൂടുതൽ പൈസ പുള്ളിക്ക് ചിലർ ചോദിക്കാം, പക്ഷെ ചോദിച്ചിട്ടില്ല. നമ്മള് പറഞ്ഞ എസ്റ്റിമേറ്റ് തന്നെ തീർക്കും. എല്ലാം സംഭവം തീർന്നു. വളരെ തീരുമാനിക്കുന്നതാൽ എല്ലാം ഭംഗിയായി നടന്നു. എങ്ങനെയാണ് ചേച്ചിയുടെ ആഗ്രഹത്തിലുള്ള സാധനം കിട്ടിയത്? അതെ, ആഗ്രഹത്തിന് കിട്ടിയിരിക്കുന്നത്. 2 കിച്ചൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നൊരു മോഡേൺ കിച്ചണും ഒന്ന് വർക്കിംഗ് കിച്ചണും. ആ മോഡേൺ കിച്ചണിൽ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ തന്നെ, സ്കെച്ചിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. അടുത്തത് വർക്കിംഗ് കിച്ചണാണ്. ഇവിടെയാണ് കുക്കിംഗ് എല്ലാം നടക്കുന്നത്. മെയിൻ ഇതാണ് ഇവിടെ എല്ലാം. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, സ്കെച്ചിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഞാൻ ഹാപ്പിയാണ്. വീട് പണിയുന്ന പ്ലാൻ വെച്ചപ്പോൾ എനിക്കും ചെയ്യണം ആ കൂടി ഒരു ഡിമാൻഡേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസ് ആയിട്ട് പലതുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു നല്ല തിയേറ്റർ,
കാരണം ഒരു വീടിനുള്ളിൽ തിയേറ്റർ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഡ്രീമാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ സന്ദീപേട്ടനോട് ഡിസ്കസ് ചെയ്തു, ഞങ്ങൾക്ക് ഇനി നല്ലൊരു സ്പേസ് വേണം. സന്ദീപേട്ടന് പണിയുന്ന സമയത്ത് നല്ലൊരു സ്പേസ് കാണിച്ചു തന്നു. അപ്പോഴും ഞങ്ങൾക്ക് മൈൻഡിൽ ഇതായിരുന്നു, എങ്ങനെ ഇതിനകത്ത് വരും, അടുത്തെല്ലാം റൂംസ് ഉണ്ട്, അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെ ഞങ്ങൾ ഇവിടെ സിനിമ കാണും. അത് കഴിഞ്ഞപ്പോൾ സന്ദീപേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടീമുണ്ട്. അവർ വന്ന് പ്രൊജക്ടർ, സ്പീക്കേഴ്സ്, അക്യോസ്റ്റിക് എല്ലാത്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളത് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കിടന്ന് ഞങ്ങൾ 2 മണി 3 മണി വരെ ഞാനും ചേട്ടനും ഇത് സിനിമ കാണും. എന്നാലും പുറത്തുള്ള റൂംസിനാണേലും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അതുപോലെയാണ്, നല്ല സൗണ്ട് പ്രൂഫാണ്, നല്ല അക്യോസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റിംഗ് ആണേലും അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ കളർ ഡിസൈനും എല്ലാമായിട്ട് അവരുമായിട്ട് ഞങ്ങൾ നല്ലപോലെ ഡിസ്കസ് ചെയ്തു. അവരുടെ തീം നമുക്ക് ഞങ്ങളുടെ മൈൻഡിലേക്ക് കിട്ടി. സോ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഈ തിയേറ്റർ ഇത്ര നല്ല രീതിയിൽ കിട്ടിയതിൽ. നമ്മൾ നേരത്തെ ഒരു വീട് കണ്ടു. ആ വീടിന്റെ ഇപ്പൊ നമ്മൾ ബാക്ക് കാണുന്ന വീട്, ഈ 2 വീടിന്റെയും കോൺട്രാക്ടേഴ്സ് കൈകാര്യം ചെയ്തത് ഗ്രീൻ സെപ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ വീടിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു കുന്നിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് നോക്കി കാണാൻ പറ്റും, ഈ കുന്നങ്ങ് ചരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവർ നികത്തി ഇവിടെ വീട്. ഇതിന്റെ ഒരു നില താഴത്താണ്. അനന്തു, ഈ പ്രോപ്പർട്ടി എന്തായിരുന്നു നേരത്തെ? ആക്ച്വലി ഇതൊരു റബ്ബറും തോട്ടമായിരുന്നു. 5 സ്റ്റെപ്സ് ഉള്ള ഒരു റബ്ബറും തോട്ടമായിരുന്നു. 5 സ്റ്റെപ്പ് റബ്ബറും തോട്ടമായിരുന്നു അല്ലേ? എന്നിട്ട് അതിപ്പോ നമ്മള് 45 ഡിഗ്രി ആക്ച്വലി. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ റിസ്ക് ആയിരുന്നു. അപ്പം ആക്ച്വലി പിന്നെ അക്സെപ്റ്റ് ആയതുകൊണ്ട് അത് നികത്തി ഒരു അടിപൊളി ഒരു വീടാക്കി. ഇതിന്റെ ടാസ്ക് എന്തായിരുന്നു ചെയ്തപ്പോൾ? ആക്ച്വലി ഈ ക്ലയന്റ് ഞങ്ങളെ സമീപിച്ചപ്പോൾ ഇതൊരു 3-4 ആൾക്കാർ വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമല്ലെന്ന് പറഞ്ഞിട്ട് പോയൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഇതുപോലെ നല്ല സ്ലോപ്പില്. അപ്പൊ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഗ്രൗണ്ടിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഡബിൾ സ്റ്റോറി റോഡ് ലെവലിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിലും ബെറ്റർ നമ്മൾ നോക്കിയപ്പോൾ ഈ ലാൻഡിനനുസരിച്ച് നോക്കിയപ്പോൾ ഇത് ഒരു സെല്ലാർ പോലെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്ത് നമ്മളിത് ഒരു 2 ലെവലിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. ഇതിന്റെ ക്ലയന്റ് ബാബുരാജൻ, പുള്ളി ഖത്തറിൽ വർക്ക് ചെയ്യാണ്. ഫാമിലിയായിട്ട് അവരവിടെയാണ്. അവർ ക്ലയന്റ് ആരും ഇവിടെ ഇല്ല. നമ്മൾ ആ ഡിസൈനിങ്ങിന്റെ ആ ലെവൽ മുതൽ നമ്മൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് നമ്മൾ മെയിൽ വഴിയും വാട്സപ്പ് വഴിയും നമ്മളെല്ലാം ഡീറ്റെയിൽസും സെൻഡ് ചെയ്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് 5 സ്റ്റെപ്പായിട്ടുള്ള റബ്ബർ തോട്ടമായിരുന്നത്. ആ റബ്ബറൊക്കെ വെട്ടി മാറ്റി ഇവിടെ ഒരു പ്രതലം ഉണ്ടാക്കി, ഒരു സമനിരപ്പിൽ സ്ഥലം ഉണ്ടാക്കി അവിടെ ഫസ്റ്റ് ഫ്ലോർ പണിത് അതിന്റെ താഴത്താണ് സെക്കൻഡ് ഫ്ലോർ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഇവർ ഏറ്റെടുത്ത് ഇത്ര മനോഹരമായ വീട് വെച്ചിരിക്കുന്നത്. എന്നാലോചിക്കേ, ഇതെല്ലാം ഓരോ ആലോചിക്കണം, ആ ക്ലയന്റ് ഇല്ലാത്ത സ്ഥലത്താണ് ഇതെല്ലാം ചെയ്തവർ കൊടുത്തത്. ഈ പറയുന്ന ഗ്രീൻ കോൺസെപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടി വീട് വെക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും പ്ലാൻ, സ്കെച്ച്, നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെങ്കിൽ ലോൺ സൗകര്യം, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും. അതായത് ടീം തന്നെ ഇവരെ കൂടെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം നിങ്ങളൊരു വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവർ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് തരും. ഇവരെ മുൻപ് ചെയ്തവരുടെ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ വിളിച്ച് എൻക്വയറി ചെയ്യുക, അവരുടെ അഭിപ്രായം തരും. അത്ര കോൺഫിഡൻസ് ആയിട്ട് പറയും. നിങ്ങൾ അവരുടെ അഭിപ്രായം ചെയ്തിട്ട് നെഗറ്റീവാണ് വേണ്ട, അത്ര ഗ്യാരണ്ടി ആയിട്ട് വർക്ക് ചെയ്തെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് കമ്പനിയാണിത്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ താഴത്തെ നമ്പർ ഇവരുടെ കോൺടാക്ട് നമ്പറാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ പറയുക, അവർ റിക്വയർമെൻറ്റ് എന്താണ് അവർ ചെയ്തിരുന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.